ഗ്രാമത്തിൽ പശ്ചിമ നിറഞ്ഞ ഭംഗി, മരത്തിൽ മറഞ്ഞിരിക്കുകയാണ് സ്വർണത്തെ പോലുള്ള ജ്ഞാനം. അതെല്ലാരും സാധാരണ പഴമായി കരുതി അതുതന്നെ ഭാവിയുടെ പുതിയ പാതയായി മാറി. ചിന്തകൾ മാറി. കഠിന അധ്വാനം അത്ഭുതങ്ങൾ ചെയ്തു. ചക്ക പഠിപ്പിച്ചു തന്റെ ഗ്രാമത്തിനെ രക്ഷിക്കാനുള്ള പദ്ധതി. കത്തൽഗഞ്ച് ഗ്രാമം ഒരു ഭംഗിയുള്ള മലയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാമമാണ്. എല്ലാ വശത്തും പശ്ചിമ നിറഞ്ഞിരുന്നു. ഒഴുകുന്ന നദി, തണുത്ത വെള്ളമുള്ള കുളങ്ങൾ, തണുത്ത കാറ്റ്, ഒരുപാട് ദൂരം വരെ നിറഞ്ഞു നിൽക്കുന്ന പ്ലാവിൻ തോട്ടങ്ങൾ ഈ ഗ്രാമത്തിന്റെ അടയാളം. കത്തൽഗഞ്ച് ഗ്രാമം പ്രകൃതിയുടെ മടിയിൽ സ്ഥിതി ചെയ്യുന്ന വളരെ മനോഹരമായ ഗ്രാമമാണ്. അതേ ഗ്രാമത്തിൽ അർജുൻ എന്നു പേരുള്ള ഒരു കൃഷിക്കാരൻ തന്റെ ഭാര്യ ഗൗരിയോടൊപ്പം ജീവിച്ചു വന്നു. അർജുൻ തന്റെ ഭാര്യ ഗൗരിയോടൊപ്പം പാടത്ത് പണിയെടുക്കുകയായിരുന്നു. ഗ്രാമത്തിലെ ബുദ്ധിശാലിയും പണക്കാരനുമായ ഒരാള് സുഖദേവ് അവിടേക്ക് വന്നു. അർജുൻ, നീയും നിന്റെ ഭാര്യയും പാടത്ത് അധ്വാനിച്ച് ജോലി ചെയ്യുന്നത് നോക്കുമ്പോൾ നീ തെറ്റായിട്ട് വിചാരിക്കണ്ട. എനിക്ക് വളരെ വരുത്തം തോന്നുന്നു. എനിക്ക് വളരെ കഷ്ടമായിട്ടുണ്ട്. അർജുൻ സുഖദേവിനെ നോക്കി. ഇതിൽ പുതിയതായിട്ട് എന്താണ് ഉള്ളത് കൊച്ചച്ച? കൃഷിക്കാരനെ കണ്ടാൽ നിങ്ങൾക്ക് കഷ്ടമായിട്ട് തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് എന്തിനാ സന്തോഷം കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. സുഖദേവ് ചിരിച്ചു. ഇവിടെ നോക്കൂ അർജുൻ, ഞാൻ ഒരു ബിസിനസ് മാനാണ്. ഞാൻ ബിസിനസ് മാനിന്റെ കാഴ്ചയിലാണ് എല്ലാവരെയും കാണുന്നുണ്ട്. ഈ കത്താൽഗഞ്ച് ഗ്രാമം ചക്കയിനെ വളരെ ഫേമസ് ആണ്. നിങ്ങൾ എല്ലാവരും എത്ര അധ്വാനിച്ച് മണ്ണിൽ വീഴാതെ ചക്കയിനെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ അത് എത്ര വിലയ്ക്ക് വിൽക്കുന്നതെന്ന് അറിയില്ലേ? എനിക്ക് അറിഞ്ഞവരെ നിങ്ങൾ എല്ലാവരും 2 സമയം ഭക്ഷണമാണ് കഴിക്കുന്നത്. മനുഷ്യരെല്ലാവരും 2 സമയം ഭക്ഷണത്തിന് വേണ്ടിയാണ് ഇത്ര അധ്വാനിക്കുന്നത്. നമ്മളുടെ വിശപ്പ് മാറ്റണമെങ്കിൽ 2 റൊട്ടി മാത്രം മതിയാണ്. നിങ്ങൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു. സുഖദേവ് അർജുനെ ശ്രദ്ധിച്ചു നോക്കി. ഇവിടെ നോക്കൂ അർജുൻ, ഈ ഗ്രാമത്തിൽ വളരെ കഴിവുള്ളവൻ നീ മാത്രമാണ്. അതുകൊണ്ട് ഞാൻ നിനക്ക് ഒരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ഈ ചക്കയുടെ ഗ്രാമം മലകളുടെ മധ്യയിലാണ് ഉള്ളത്. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. പക്ഷെ അവരിന് എന്താണ് കിട്ടുന്നത്? വെറും ചക്കയാണ്. അവരെല്ലാവരും ചക്കയുടെ ഫോട്ടോ എടുത്തിട്ട് ഇവിടെ നിന്ന് പോകുന്നു. ആലോചിച്ചു നോക്ക്, ഒരു പക്ഷേ ഇവിടെ ചക്കയുടെ കൃഷി ഇല്ലാതെ 5 സ്റ്റാർ ഹോട്ടൽ ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മളുടെ ഗ്രാമത്തിന്റെ പേര് എത്ര വലുതാവുമെന്ന് ആലോചിച്ചു നോക്ക്. കൃഷിക്കാരൊക്കെ അവിടെ വന്ന് ഹോട്ടലിൽ ജോലി ചെയ്താൽ ഒരുപാട് കാശുണ്ടാക്കും. പിള്ളേരെ നല്ല സ്കൂളിൽ പഠിപ്പിക്കാനും പറ്റും. പിന്നെ അവരുടെ ഭാവിയും നന്നായിട്ടുണ്ടാവുമല്ലേ? സുഖദേവ് അതിനു മുകളിൽ എന്തോ പറയാൻ വരികയായിരുന്നു. അപ്പോൾ അർജുൻ തന്റെ കൈ ഉയർത്തി അദ്ദേഹത്തെ തടഞ്ഞു. മതിയാണ് സുഖദേവ് കൊച്ചച്ച, നിങ്ങൾ എന്താ പറയാൻ വരുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ ഈ കാര്യത്തിന് ഒരേ വാർത്തയിൽ എനിക്ക് പറയാൻ പറ്റും. നിങ്ങൾ എന്താ വിചാരിക്കുന്നു? കൃഷിക്കാർ അവരുടെ പാടത്തിനെ വിറ്റ് 5 സ്റ്റാർ ഹോട്ടലിൽ വെയിറ്ററായിട്ട് ജോലി ചെയ്യണമെന്നോ? തീർച്ചയായിട്ടും അങ്ങനെ നടക്കില്ല. ഇതിനെ പറ്റി നിങ്ങൾ എപ്പോഴും ആലോചിക്കണ്ട. കാരണം തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കാൻ ഞാൻ വിടില്ല. സുഖദേവിന് ദേഷ്യം വന്നു. പിന്നെ അദ്ദേഹം അവിടെ നിന്നും പോയി. സുഖദേവ് അവിടെ നിന്ന് പോയതും ഗൗരി അർജുനടുത്തേക്ക് വന്നു. അദ്ദേഹത്തിന്റെ ചിന്ത ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപാട് ദിവസങ്ങളായി ഞാനും ശ്രദ്ധിക്കുകയാണ്. ഇദ്ദേഹം ഈ ഗ്രാമത്തിനെ തന്നെ ചുറ്റി ചുറ്റി വരുന്നു. ഏതെങ്കിലും ഒരു കൃഷിക്കാരനോട് എന്തെങ്കിലും സംസാരിക്കുന്നു. ഞാനും അത് കണ്ടുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഇപ്പോൾ എന്താ നോക്കണമെന്ന് വെച്ചാൽ ഇദ്ദേഹം അടുത്ത് എന്ത് പ്ലാനാണ് ചെയ്യാൻ പോകുന്നതെന്ന്. കുറച്ചു സമയത്തിന് ശേഷം സുഖദേവ് തന്റെ കൊട്ടാരത്തിലേക്ക് എത്തി. അദ്ദേഹം ഗ്രാമത്തിൽ വെച്ച് ഏറ്റവും വലിയ വ്യാപാരിയാണ്. അപ്പോഴാണ് അവിടേക്ക് ഒരു കാർ വന്നത്. കാറിൽ നിന്നും ഒരു പണക്കാരൻ ഇറങ്ങി വന്നു. അദ്ദേഹം വേറെ ആരുമല്ല, അദ്ദേഹം സിറ്റിയിലെ ഏറ്റവും വലിയ ബിൽഡർ രാജേഷ് അഗർവാൾ. രാജേഷ് അഗർവാളിനെ കണ്ടതും തന്നെ സുഖദേവിന്റെ മുഖത്ത് പുഞ്ചിരി വന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് എതിർനോക്കിയത് മിസ്റ്റർ രാജേഷ്. മിസ്റ്റർ സുഖദേവ്, എതിർനോക്കിയത് എല്ലാം പൂർത്തിയായിട്ടുണ്ട്. എനിക്കിപ്പോൾ എന്താ അറിയണമെന്ന് വെച്ചാൽ എപ്പോഴാണ് ഈ ഗ്രാമത്തിലുള്ള സ്ഥലങ്ങൾ എൻ്റെ പേരിലേക്ക് മാറും? ഞാൻ നിങ്ങൾക്ക് എത്ര പൈസ തന്നു എന്ന് എനിക്ക് തന്നെ അറിയില്ല. ഓരോ പ്രാവശ്യവും ഞാൻ വരുമ്പോൾ ഈ സ്ഥലങ്ങൾ വേഗത്തിൽ എൻ്റെ പേരിലേക്ക് മാറുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നു. പക്ഷേ ഇപ്പോൾ വരെ ഒരു ചെറിയ സ്ഥലം പോലും എൻ്റെ പേരിലേക്ക് മാറില്ല. സുഖദേവ് സമാധാനമായി പറഞ്ഞു. എനിക്ക് ഇനിയും കുറച്ച് ദിവസങ്ങൾ അവകാശം തരൂ. ഞാൻ പ്രയത്നിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. രാജേഷ് അഗർവാൾ സുഖദേവിനെ ശ്രദ്ധിച്ചു നോക്കി. ശരിയാണ്, ഞാൻ നിങ്ങൾക്ക് ഇനിയും 1 മാസം സമയം തരുന്നു. അതിനുശേഷം ആ സ്ഥലങ്ങൾ എൻ്റെ പേരിലേക്ക് മാറണം, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തന്ന പൈസ വരണം. പാർട്ട്ണർഷിപ്പ് പറ്റിയുള്ള സ്വപ്നങ്ങൾ മറന്നേക്ക്. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഞാൻ എന്തിനാ ഇവിടെ 5 സ്റ്റാർ ഹോട്ടൽ കട്ടണമെന്ന് വിചാരിക്കുന്നു? ഈ ഗ്രാമം മലകളുടെ മധ്യയിലാണ് ഉള്ളത്. ഇവിടെ നദികളുണ്ട്, കുളങ്ങളുണ്ട്, കാടുണ്ട്. പിന്നെ നിങ്ങളുടെ ഗ്രാമത്തെ ആൾക്കാർ സാധാരണ ചക്ക കൃഷിയാണ് ചെയ്യുന്നത്. ഈ കാലത്ത് ചക്കയൊക്കെ ആരാണ് കളിക്കുന്നത്? എല്ലാവരും ചോമീൻ, മോമോസ്, പിന്നെ ബർഗർ കളിക്കുന്നു. ചക്കയെല്ലാം പഴയ ഫാഷനായിട്ട് മാറിയിട്ടുണ്ട്. സുഖദേവ് ആത്മവിശ്വാസത്തോടെ എന്തു പറഞ്ഞെന്നാൽ,
നിങ്ങൾ ഒന്നിനും വിഷമിക്കണ്ട, ഞാൻ എന്റെ പ്ലാനിൽ മുൻപിലോക്കി പോയിട്ടുണ്ട്. രാജേഷ് അഗർവാൾ കൂളായി ഒരു ചിരി ചിരിച്ചു. അതാണ് നിങ്ങൾക്കും നല്ലത്. ഒരു പക്ഷേ 5 സ്റ്റാർ ഹോട്ടൽ കട്ടിമുടിഞ്ഞാൽ ഞാൻ നിങ്ങളെ 50% പാർട്ട്ണറായി മാറ്റുന്നു. എല്ലാ മാസങ്ങളും കോടിക്കണക്കിൽ പ്രോഫിറ്റ് വരും. നിങ്ങളുടെ കൃഷിക്കാരെല്ലാം ആ 5 സ്റ്റാർ ഹോട്ടലിൽ ചെറിയ ചെറിയ വെയിറ്റർ ജോലികൾ ചെയ്തേക്കാം. അതിന്റെ സാലറി ഒരു മാസം മുഴുവതും ചക്ക വിറ്റ് കിട്ടുന്ന കാശിനേക്കാളും അധികമായിട്ടിരിക്കും. ഇങ്ങനെ പറഞ്ഞിട്ട് രാജേഷ് അഗർവാൾ ആ സ്ഥലത്തു നിന്നും പുറപ്പെട്ടു. സുഖദേവ് അവിടെ തനിച്ചു നിൽക്കുകയായിരുന്നു. അധികം തന്നെത്താനെ എന്തു പറഞ്ഞെന്നാൽ, വളരെ ഓവറായി പോയി. അർജുൻ ഞാൻ പറയുന്നത് കേൾക്കുമെന്ന് വിചാരിച്ചു. ഗ്രാമത്തിലുള്ള എല്ലാവർക്കും അവനെ കൊണ്ട് മനസ്സിലാക്കിപ്പിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ കാര്യത്തിനെ ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യേണ്ടി വരുന്നു. അർജുനെ പറ്റിയുള്ള കാര്യങ്ങളെ ഞാൻ പിന്നെ നോക്കിക്കൊള്ളാം. അടുത്ത ദിവസം സുഖദേവ് മുഴുവൻ ഗ്രാമത്തിലും അവിടെയായി ചുറ്റുകയായിരുന്നു. അധികം ജനങ്ങളെ തന്റെ വലയിൽ കൊടുക്കാനായി തന്റെ വശത്തേക്ക് വലിച്ചെടുക്കാനായി ശ്രമിക്കുകയായിരുന്നു. അപ്പോഴാണ് ബൽറാം എന്ന പേരുള്ള ഒരാള് സുഖദേവിനോട് എന്തു പറഞ്ഞെന്നാൽ, സുഖദേവ്, ഞങ്ങൾ എല്ലാവരും അർജുൻ പറയുന്നതിനാണ് കേൾക്കും, അല്ലെങ്കിൽ ഗ്രാമത്തലവൻ പറയുന്നത്. ഒരു പക്ഷേ തലവൻ സാറ് പറഞ്ഞെങ്കിൽ ഞങ്ങൾ ഈ കൃഷിനൊക്കെ വിട്ടേ പറ്റുള്ളല്ലേ. അപ്പോഴല്ലേ ഞങ്ങളും വിശ്വസിക്കും. നീ പറയുന്നത് ചെയ്താൽ ഞങ്ങൾക്ക് നന്മ നടക്കുമെന്ന്. ബൽറാം പറഞ്ഞത് കേട്ടതും തന്നെ സുഖദേവ് ഒട്ടും തന്നെ സമയം പാഴാക്കാതെ അവിടെ നിന്നും ഗ്രാമത്തലവന്റെ വീട്ടിലേക്ക് പോയി. സുഖദേവ് തലവനോട് എന്തു പറഞ്ഞെന്നാൽ, തലവൻ സാറേ, ഞാൻ ഗ്രാമത്തിനെ ഒരു നല്ല നിലയിലേക്ക് കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നു. പക്ഷെ അതിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. നീ എന്താ അർത്ഥത്തിലാണ് പറയുന്നത് സുഖദേവ്? ഇവിടെ നോക്കൂ തലവൻ സാറേ, എനിക്ക് ഒരു ഫ്രണ്ട് ഉണ്ട്. അദ്ദേഹം സിറ്റിയിലാണ് ഉള്ളത്. അദ്ദേഹത്തിന്റെ പേര് രാജേഷ് ആണ്. അദ്ദേഹം ഒരു വലിയ ബിൽഡറാണ്. അദ്ദേഹം കുറെ വർഷങ്ങളായിട്ട് നമ്മളുടെ ഗ്രാമത്തിനെ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു. അദ്ദേഹം ഇവിടെ ഒരു 5 സ്റ്റാർ ഹോട്ടൽ കട്ടണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ 5 സ്റ്റാർ ഹോട്ടൽ കട്ടണമെങ്കിൽ കൃഷിക്കാർക്ക് മനസ്സിലാക്കിപ്പിക്കണമല്ലേ. അവരെല്ലാവരും അവരുടെ സ്ഥലത്തിനെ ആ ബിൽഡർക്ക് വിൽക്കണം. ഇത് കേട്ടതും തലവൻ ഞെട്ടിപ്പോയി. നിനക്കെന്താ വട്ടുപിടിച്ചിട്ടുണ്ടോ സുഖദേവ്? ഒരു പക്ഷേ ഗ്രാമത്തിലെ ജനങ്ങൾ അവരുടെ നിലങ്ങളെ വിറ്റാൽ പിന്നെ എന്ത് ചെയ്യും? സുഖദേവിന്റെ മുഖത്ത് ചിരി നിറഞ്ഞിരുന്നു. തലവൻ സാറേ, ഈ കാര്യത്തിനെയാണ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കിപ്പിക്കണമെന്ന് വിചാരിക്കുന്നു. ആലോചിക്കൂ, ആ പ്ലാവിന്റെ തോട്ടത്തിൽ നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? കൃഷിക്കാരെല്ലാം രാത്രിയും പകലും കഷ്ടപ്പെടുന്നുണ്ട്. അതിനുശേഷം ആ ചക്കയെല്ലാം കുറച്ച് വിലയിലാണ് വിൽക്കുന്നത്. ഒരു പക്ഷേ ഇവിടെ 5 സ്റ്റാർ ഹോട്ടൽ കട്ടിയെങ്കിൽ പിന്നെ നമ്മളുടെ ഗ്രാമത്തിലുള്ള എല്ലാ കൃഷിക്കാർക്കും അവിടെ ജോലി കിട്ടും. അതുകൊണ്ട് എത്ര പൈസ വരുമെങ്കിൽ ഗ്രാമത്തിലുള്ള എല്ലാവരും പൈസക്കാരായി മാറിപ്പോവും. ഗ്രാമത്തലവൻ കുറച്ചു സമയം ആഴ്ന്ന് ചിന്തിക്കാൻ തുടങ്ങി. നീയും ഗ്രാമത്തെ മക്കളുടെ നല്ലതിനു വേണ്ടിയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ശരി, ഞാനും അവർക്ക് മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിച്ചു നോക്കുന്നു. എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ പറഞ്ഞാൽ അവർ തീർച്ചയായിട്ടും കേൾക്കും. അടുത്ത ദിവസം തലവൻ സുഖദേവിനോടൊപ്പം ചേർന്ന് ഗ്രാമത്തിലെ ജനങ്ങളോട് മനസ്സിലാക്കിപ്പിച്ചു. കുറച്ചു സമയത്തിനകം ഗ്രാമത്തിലെ ജനങ്ങൾ തലവൻ പറഞ്ഞതിന് സമ്മതിച്ചു. ഇത് കണ്ടതും സുഖദേവ് ഉടനെ രാജേഷിന് ഫോൺ വിളിച്ചു. രാജേഷ് സുഖദേവിനടുത്തേക്ക് ചെന്നു. എന്തു പറ്റി സുഖദേവ്? ഞാൻ ഒരു വലിയ മീറ്റിംഗിലാണ് ഉള്ളത്. നീ കോൾ ചെയ്ത ഉടൻ തന്നെ വേഗമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ സ്വപ്നം നിറവേറിയിട്ടുണ്ട്. കൃഷിക്കാരെല്ലാം അവരുടെ പാടത്തിനെ നിങ്ങൾക്ക് എഴുതി വെക്കാൻ തയ്യാറായിട്ടുണ്ട്. അതിനു വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ ഇരുന്നേ പറ്റുള്ളൂ. അപ്പോഴാണ് സ്ഥലങ്ങൾ എല്ലാവற்றிനെയും നിങ്ങളുടെ പേരിലേക്ക് മാറ്റാൻ പറ്റും. രാജേഷിന്റെ മുഖത്ത് സന്തോഷം നിറഞ്ഞു. ഒരു പക്ഷേ ഇതാണ് കാര്യമെങ്കിൽ ഞാൻ ആ സിറ്റിനെ തന്നെ മറന്നുപോയിട്ടുണ്ട്. അടുത്ത ദിവസം ഗ്രാമത്തിലെ തലവൻ ഒരുപാട് കൃഷിക്കാരെ വിളിച്ചുകൊണ്ട് സുഖദേവിന്റെ വീട്ടിലേക്ക് വന്നു. സുഖദേവ്, ആദ്യമായിട്ട് ഞാൻ എന്റെ സ്ഥലത്തിനെ രാജേഷിനെ എഴുതി വെക്കുന്നുണ്ട്. എന്റെ ഗ്രാമത്തിന്റെ നല്ലതിനു വേണ്ടി ഞാൻ മുതലിൽ നിൽക്കണമെന്ന് വിചാരിക്കുന്നു. തലവൻ തന്റെ സ്ഥലം രാജേഷിന്റെ പേരിലേക്ക് എഴുതി വെച്ചു. പതുക്കെ പതുക്കെ ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം അവരുടെ സ്ഥലങ്ങളെ രാജേഷിന്റെ പേരിലേക്ക് എഴുതി വെച്ചു. രാജേഷ് അവർ എല്ലാവർക്കും അവരുടെ സ്ഥലത്തിന് കുറവായ കാശ് നൽകി. ഒരു പക്ഷേ ഈ കാശ് കുറവാണെന്ന് നിങ്ങൾ വിചാരിക്കാം. പക്ഷേ എന്നെ വിശ്വസിക്കൂ, 5 സ്റ്റാർ ഹോട്ടൽ മുഴുവതായിട്ട് കട്ടി മുടിച്ചതിന് ശേഷം ഞാൻ നിങ്ങൾ എല്ലാവർക്കും അവിടെ തന്നെ ജോലി തരും. ഒരുപാട് സാലറിയും ഉണ്ടാവും. ഇത് കേട്ടതും ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം ഒരുപാട് സന്തോഷിച്ചു. പിന്നെ അവിടെ നിന്നും പോയി. അടുത്ത ദിവസം ബാക്കിയുള്ള ഗ്രാമത്തിലെ ജനങ്ങൾ അവരുടെ നിലപത്രം എടുത്തുകൊണ്ട് സുഖദേവിന്റെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു. അപ്പോഴാണ് അർജുൻ തന്റെ ഭാര്യ ഗൗരിയോടൊപ്പം അവിടേക്ക് വന്നത്. ഇവിടെ നോക്കൂ, നിങ്ങൾ എല്ലാവരും എന്തിനാ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്? എന്തിനാ നിങ്ങളുടെ സ്ഥലത്തെ ആ ബിൽഡറിലേക്ക് എഴുതി തരുന്നുണ്ട്? നിങ്ങളുടെ ഭംഗിയുള്ള ഗ്രാമത്തിനെ എന്തിനാ നശിപ്പിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്? ആ സമയത്ത് ഗ്രാമത്തലവൻ അവിടേക്ക് വന്നു. അർജുൻ,
ഗ്രാമത്തിന്റെ മുന്നേറ്റത്തിനെ തടഞ്ഞു നിൽക്കല്ലേ. സുഖ്ദേവ് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മൾ എല്ലാവരും കഷ്ടപ്പെട്ട് ചക്ക കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കുറച്ച് വിലയിലാണല്ലോ വിൽക്കുന്നത്. ഒരു പക്ഷേ 5 സ്റ്റാർ ഹോട്ടൽ കട്ടിയാൽ പിന്നെ ഈ ഗ്രാമത്തിലെ ജനങ്ങൾ ഭംഗിയുള്ള ഡ്രസ്സ് ഇട്ടിട്ട് അവിടെ ജോലി ചെയ്യും. പിന്നെ ഒരുപാട് കാശും ഉണ്ടാക്കും. അർജുന് വല്ലാതെ ദേഷ്യം വന്നു. ഇവിടെ നോക്കൂ തലവൻ സാറേ, ജോലി ചെയ്ത് ആരെക്കൊണ്ടും പൈസക്കാരാവാൻ പറ്റില്ല. ആലോചിച്ച് നോക്കൂ, ഇന്ന് നിങ്ങളുടെ സ്ഥലത്തിലേക്ക് നിങ്ങൾ മുതലാളിയാണ്. പക്ഷെ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ സ്ഥലത്തിനെ വിറ്റ് കളഞ്ഞാൽ പിന്നെ മറ്റുള്ളവർ പറയുന്നത് ചെയ്യുന്ന ഒരു സാധാരണ ജോലിക്കാരായി നിങ്ങൾ എല്ലാവരും മാറിപ്പോവും. പിന്നെ ജോലിക്കാർ എപ്പോഴും പൈസക്കാരാവാൻ പറ്റില്ല. അപ്പോഴാണ് അവിടേക്ക് സുഖദേവ് വന്നത്. ഗ്രാമത്തിലെ മക്കളെ, അവൻ പറയുന്നത് വിശ്വസിക്കണ്ട. അവൻ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യുന്നു. നിങ്ങളുടെ മുന്നേറ്റത്തിനെ തടയാൻ നോക്കുന്നുണ്ട്. ഗ്രാമത്തിലെ ജനങ്ങൾ സുഖദേവ് പറഞ്ഞത് വിശ്വസിച്ചു. പിന്നെ അവരുടെ സ്ഥലം രാജേഷിന്റെ പേരിലേക്ക് എഴുതി വെച്ചു. അർജുൻ അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ആരും കേട്ടില്ല. ആ മുഴുവൻ ഗ്രാമത്തിലും അർജുന്റെ സ്ഥലം മാത്രമാണ് നല്ല രീതിയിൽ രക്ഷപ്പെട്ട് ഇരുന്നത്. സുഖദേവും ഗ്രാമത്തലവനും ചേർന്ന് ബാക്കിയുള്ള ഗ്രാമത്തിലെ ജനങ്ങളെ കൂട്ടിക്കൊണ്ട് സുഖദേവിന്റെ വീട്ടിലേക്ക് ചെന്നു. ബാക്കിയുള്ള ഗ്രാമത്തിലെ ജനങ്ങളും അവരുടെ സ്ഥലം രാജേഷിന്റെ പേരിലേക്ക് മാറ്റി എഴുതിയിട്ട് അവരവരുടെ വീട്ടിലേക്ക് പോയി. ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോയി. ഒരു ദിവസം രാജേഷ് വളരെ സീരിയസ് ആയിട്ട് സുഖദേവിനോട് എന്തു പറഞ്ഞെന്നാൽ, ഇപ്പോൾ ഒരുത്തന്റെ സ്ഥലം മാത്രമാണ് ഉള്ളത്. അതാണ് ആ അർജുൻ. എങ്ങനെയെങ്കിലും അവന്റെ സ്ഥലത്തിനെയും എന്റെ പേരിലേക്ക് മാറ്റിയേ പറ്റുള്ളൂ. ഇത് കേട്ടതും സുഖദേവ് ഞെട്ടിപ്പോയി. അല്ല, വിട്ടേക്ക്. അവൻ അവന്റെ സ്ഥലത്തിനെ വിട്ടില്ലെങ്കിൽ അതുകൊണ്ട് എന്താണാ? രാജേഷ് വളരെ ദേഷ്യത്തോടെ സുഖദേവിനെ നോക്കി. നീ ഒരു വലിയ മണ്ടനാണ് സുഖദേവ്. അർജുന്റെ സ്ഥലമാണ് വളരെ മുഖ്യമായ കാര്യം. അവന്റെ പാടത്തിന് മുൻപ് നദി ഓടിക്കൊണ്ടിരിക്കുന്നു. അതില്ലാതെ 5 സ്റ്റാർ ഹോട്ടലിലെ കട്ടാൻ പറ്റില്ല. ആ അർജുന്റെ സ്ഥലങ്ങൾ നമുക്ക് സ്വന്തമാകുന്നതിന് വരെ ഈ ജോലി മുഴുവതായിട്ട് പൂർത്തിയാവില്ല. സുഖദേവ് ആഴ്ന്നു ചിന്തിക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ആ അർജുൻ്റെ അടുത്ത് സംസാരിച്ചേ പറ്റുള്ളൂ. പിന്നെ ഗ്രാമത്തലവൻ ഇന്നലെ സംസാരിച്ചു. അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് 5 സ്റ്റാർ ഹോട്ടൽ ജോലി എപ്പോഴാണ് തുടങ്ങുമെന്ന് വിചാരിച്ചു. ഗ്രാമത്തിലുള്ള ആൾക്കാരും എൻ്റെ അടുത്ത് കേൾക്കുന്നുണ്ട്. എല്ലാവരും എതിർനോക്കുന്നുണ്ട്. എപ്പോഴാണ് ജോലി തുടങ്ങുമെന്ന്, എപ്പോഴാണ് ജോലി കിട്ടുമെന്ന് കേൾക്കുന്നുണ്ട്. രാജേഷിന്റെ മുഖം വല്ലാതെ മാറി. നീ എന്താണ് വിചാരിക്കുന്നത്? ഞാൻ ഈ സാധാരണ കൃഷിക്കാർക്ക് ഞാൻ എൻ്റെ 5 സ്റ്റാർ ഹോട്ടലിൽ ജോലി തരുമെന്നോ? ഇത് കേട്ടതും സുഖദേവ് ഞെട്ടിപ്പോയി. പക്ഷേ നിങ്ങളല്ലേ പറഞ്ഞത് പറയുന്നതും ചെയ്യുന്നതും വേറെ കാര്യങ്ങളാണ്. ആൾക്കാർക്ക് സ്വപ്നങ്ങൾ കാണിക്കുന്നത് ബിസിനസ്സിൽ ഒരു ഭാഗമാണ്. ഗ്രാമത്തിലുള്ള ആൾക്കാരിനെ ഞാൻ എൻ്റെ ഹോട്ടലിൻ്റെ അടുത്ത് വരാൻ പോലും സമ്മതിക്കില്ല. അതിൽ നിനക്ക് ഏതൊരു പ്രശ്നവുമില്ലല്ലേ? സുഖദേവ് ഒട്ടും ചിന്തിക്കാതെ പറഞ്ഞു. എനിക്ക് പാർട്ട്ണർഷിപ്പ് മാത്രമാണ് ആവശ്യം. ഗ്രാമത്തിലെ ജനങ്ങൾ എവിടെ തന്നെ പോകട്ടെ. സുഖദേവിനും രാജേഷിനും ഇത് അറിയില്ലായിരുന്നു. അതായത് ഗ്രാമത്തലവൻ എന്തോ ഒരു കാര്യത്തിനായി അവിടെ വന്ന ആള് അവർ രണ്ടുപേരും സംസാരിക്കുന്നത് മറഞ്ഞു നിന്ന് കേട്ടോ. തലവൻ ഇതെല്ലാം കേട്ടതും അദ്ദേഹം ഞെട്ടിപ്പോയി. എന്റെ ദൈവമേ, ഞാൻ എന്ത് ചെയ്തു പോയി? ഞാൻ തന്നെ എന്റെ ഗ്രാമത്തിലേക്ക് എത്ര ഒരു അഴിവ് തന്നല്ലേ. തലവൻ ഉടനെ അർജുന്റെ വീട്ടിലേക്ക് ചെന്നു. നീ പറഞ്ഞത് ശരിയാണ് അർജുൻ. ഞാൻ വളരെ വലിയ ദ്രോഹം ചെയ്തു പോയി. സുഖദേവും ആ ബിൽഡറും ചേർന്ന് നമ്മൾ എല്ലാവരെയും മണ്ടന്മാരാക്കിയിട്ടുണ്ട്. ഇങ്ങനെ തലവൻ നടന്ന കാര്യങ്ങളെല്ലാം അർജുനോട് പറഞ്ഞു. ആ സമയം നോക്കി രാജേഷും സുഖദേവും അവിടേക്ക് വന്നു. സുഖദേവ് ഒട്ടും നാണമില്ലാതെ അവരെ നോക്കി ചിരിച്ചു. നല്ല കാര്യമാണ്. നീ തന്നെ എല്ലാ നിജങ്ങളും അറിഞ്ഞിട്ടുണ്ട്. ഇനി നീ തന്നെ ചെന്ന് ഗ്രാമത്തിലുള്ള എല്ലാവരും അവർക്ക് ജോലി കിട്ടില്ല എന്ന് പറഞ്ഞേക്ക്. രാജേഷ് അർജുനെ ശ്രദ്ധിച്ചു നോക്കി. ഇവിടെ നോക്ക് അർജുൻ, നീയാണ് ഈ ഗ്രാമത്തിൽ വളരെ കഴിവുള്ളവനാണ്. ഞാൻ നിന്റെ സ്ഥലത്തിനെ വാങ്ങണമെന്ന് വിചാരിക്കുന്നു. ഞാൻ അതിന് നിനക്ക് ഒരുപാട് പൈസ തരുന്നുണ്ട്. അതിന് ആവശ്യമേ ഇല്ല. ഞാൻ എന്റെ സ്ഥലത്തിനെ എപ്പോഴും വിൽക്കില്ല. നിങ്ങളെ കൊണ്ട് പറ്റിയത് ചെയ്തേക്ക്. ഇങ്ങനെ കേട്ടതും രാജേഷിന് വല്ലാതെ ദേഷ്യം വന്നു. ഒരു പക്ഷേ നീ നിന്റെ സ്ഥലത്തിനെ എന്റെ പേരിലേക്ക് മാറ്റിയില്ലെങ്കിൽ അതിനുശേഷം നിന്റെ ഗ്രാമത്തിലുള്ള ആൾക്കാർ എല്ലാവരും ജയിലിലേക്ക് പോകുന്നത് നീ കാണേണ്ടി വരും. അർജുൻ ഞെട്ടിപ്പോയി. നിങ്ങൾ എന്താ പറയുന്നത്? രാജേഷ് വളരെ കൂളായി എന്ന് പറഞ്ഞെന്നാൽ, ഞാൻ ഗ്രാമത്തിലുള്ള എല്ലാവരുമേലും പോയി കേസിനെ ഇടും. കോർട്ടിൽ എവിഡൻസ് കാണിക്കും. ഗ്രാമത്തിലെ ആൾക്കാരെ എന്നെ പറ്റിച്ചെന്നു പറയും. കുറഞ്ഞ വിലയിൽ സ്ഥലത്തിനെ വിറ്റിട്ട് നിന്നെ സ്ഥലത്തിനെ വിൽക്കണ്ടെന്ന് പറയുന്നു പറയും. നിന്റെ സ്ഥലമില്ലാതെ എന്റെ 5 സ്റ്റാർ ഹോട്ടലിൽ എന്നെ കൊണ്ട് കട്ടാൻ പറ്റില്ല. മര്യാദയായിട്ട് നിന്റെ സ്ഥലത്തിനെ വിറ്റേക്ക്. അല്ലെങ്കിൽ നിന്റെ മുഴുവൻ ഗ്രാമവും എന്നെ പറ്റിച്ചതിന് ജയിലിലേക്ക് പോവേണ്ടി വരും. അർജുൻ ആഴ്ന്നു ചിന്തിക്കാൻ തുടങ്ങി. നീ എന്റെ പാവപ്പെട്ട ഗ്രാമജനങ്ങളെ മണ്ടന്മാരാക്കി മാറ്റിയിട്ടുണ്ട്. അവർ നിന്റെ പ്ലാനിനെ മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെ നീ അവർക്ക് തന്ന മുഴുവൻ പൈസയിനെയും ഞാൻ ഇപ്പോൾ തന്നെ നിനക്ക് വീണ്ടും തന്നേക്കാം. നീ ആ മുഴുവൻ സ്ഥലം പത്രങ്ങളെയും തിരിച്ചു തന്നേ പറ്റുള്ളൂ. രാജേഷ് ഭയങ്കരമായി ചിരിക്കാൻ തുടങ്ങി. നീ നിന്നെ ഒരു വലിയ ബിസിനസ് മാൻ ആയിട്ട് കരുതുന്നുണ്ടോ?
ശരി, ഞാൻ നിനക്ക് 2 മാസങ്ങൾ ടൈം തരാം. ഈ ഗ്രാമത്തിലെ ജനങ്ങളുടെ സ്ഥലത്തിനെ തിരിച്ചു വാങ്ങിക്കാനായിട്ട് ഈ ചക്കനെ വിറ്റ് പൈസ ഉണ്ടാക്കി കാട്ട്, അല്ലെങ്കിൽ നീയും ജയിലിലേക്ക് പോവേണ്ടി വരും. ഇങ്ങനെ പറഞ്ഞിട്ട് രാജേഷും സുഖദേവും അവിടെ നിന്നും പോയി. തലവൻ വളരെ പേടിച്ചുകൊണ്ട് അർജുനെ നോക്കി. ഇപ്പോൾ എന്താ നടക്കും അർജുൻ? അർജുൻ വളരെ സമാധാനത്തോടു കൂടി പറഞ്ഞു. നിങ്ങൾ പേടിക്കണ്ട, തീർച്ചയായിട്ടും എന്തെങ്കിലും വഴി കിട്ടിയേക്കും. തലവൻ അവിടെ നിന്നും പോയി. നിങ്ങളുടെ സ്ഥലം വിൽക്കുന്നതല്ലാതെ വേറെ ഒരു വഴിയുമില്ല. ഈ ഗ്രാമത്തിലെ ജനങ്ങൾ നിങ്ങൾ പറഞ്ഞത് കേട്ടില്ല. അവർക്ക് വേണ്ടി നിങ്ങൾ എന്തിനാണ് ആപത്തിൽ ചെന്ന് കൊടുങ്ങുന്നത്? ആ ബിൽഡർ വളരെ ആപത്തായവനാണ്. ജീവനോടെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും സ്ഥലം വാങ്ങാനാകും ചേട്ടാ. ഇല്ല, ഗ്രാമത്തിലെ ജനങ്ങൾ ഞാൻ പറഞ്ഞത് കേട്ടിട്ടില്ലായിരുന്നു. പക്ഷേ അതിനു വേണ്ടി ഈ മോശമായ അവസ്ഥയിൽ ഞാൻ അവരെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. ആലോചിക്കുക ഗൗരി, ഈ ഗ്രാമം നമ്മളെ വിട്ടുപോയാൽ പിന്നെ അവരെല്ലാം എവിടെ ഉണ്ടാവും? ഇങ്ങനെ പറഞ്ഞിട്ട് അർജുൻ അവിടെ നിന്നും പോയി. അദ്ദേഹം വളരെ വിഷമത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ ഗ്രാമം, തന്റെ കുടുംബം, തന്റെ സന്തോഷം എല്ലാം ആ ഗ്രാമത്തോടൊപ്പം യോജിച്ചതായിരുന്നു. വേദനയോടെ അർജുൻ ആ കാടിനെ നോക്കി നടക്കുകയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം കാടിന് നടുക്കിരിക്കുന്ന ഒരു ബംഗ്ലാവ് കണ്ടത്. ആ ബംഗ്ലാവിന് പുറത്ത് ഒരു വയസ്സായ ആൾ ഇരിക്കുകയായിരുന്നു. അർജുൻ ഞെട്ടിപ്പോയി. ഈ ബംഗ്ലാവിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നുണ്ട്. അത് ശരി, ഈ വയസ്സായവർ ആരാണ്? അർജുൻ ആ വയസ്സായ ആളുടെ അടുത്തേക്ക് ചെന്നു. കാടിന്റെ ഈ വശത്തിലേക്ക് ആരും വരുന്നില്ല മോനെ. പക്ഷേ നിങ്ങൾ ആരാണ്? എന്റെ പേര് കൈലാഷ്. ഞാൻ ആ കാത്തൽഗഞ്ച് ഗ്രാമത്തിലാണ് ജീവിക്കുന്നത്. ഇത് കേട്ടതും അർജുൻ ഞെട്ടിപ്പോയി. ഇത് എങ്ങനെ സാധ്യമായിട്ടുണ്ട്? ഞാനും അതേ ഗ്രാമത്തിലാണ് ജീവിക്കുന്നത്. പക്ഷേ ഞാൻ എപ്പോഴും നിങ്ങളെ ഗ്രാമത്തിൽ കണ്ടിട്ടില്ലല്ലേ? കൈലാഷ് ചിരിച്ചു. ഞാൻ ആ ഗ്രാമത്തിൽ ഉണ്ടായിരുന്നു. പിന്നെ സിറ്റിയിലേക്ക് പോയി ഒരുപാട് പൈസ ഉണ്ടാക്കി. പിന്നെ എന്റെ കുടുംബത്തോടെ ലണ്ടനിൽ പോയി സെറ്റിലായി പോയി. പക്ഷേ വയസ്സായപ്പോൾ ഗ്രാമത്തിന്റെ ഓർമ്മകൾ എനിക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഗ്രാമത്തിലേക്ക് വന്നപ്പോൾ എന്റെ പഴയ സുഹൃത്ത്, എന്റെ ഫ്രണ്ട് എന്നെ വിട്ടിട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാടിന്റെ അകത്ത് ഇരിക്കണമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ബംഗ്ലാവിനെ കട്ടി. എനിക്ക് ഇവിടെ വളരെ സന്തോഷമായിട്ടുണ്ട്. പക്ഷേ നീ പറയും മോനെ, എന്തിനാ നിന്റെ മുഖത്തിൽ ഇത്ര വിഷമങ്ങൾ കാണുന്നുണ്ട്? അർജുൻ വളരെ സങ്കടത്തോടെ കൈലാഷിനോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. കൈലാഷ് വീണ്ടും ചിരിച്ചു. നിന്റെ ഗ്രാമത്തിലുള്ള ചക്കകൾ വളരെ മോശമല്ല അർജുൻ. പക്ഷേ ആലോചനകളാണ് പഴയതായിട്ടുണ്ട്. നീ എന്നോടൊപ്പം അകത്ത് വാ. അർജുൻ കൈലാഷിനോടൊപ്പം അകത്തേക്ക് ചെന്നു. കൈലാഷ് ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്തു. അർജുന് നവീന മാർക്കറ്റ്, സോഷ്യൽ മീഡിയ, പിന്നെ ടൂറിസത്തിനെ കുറിച്ച് മനസ്സിലായി. നിങ്ങളുടെ വലിയ മണ്ടത്തരം എന്താണെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങൾ ഇന്നും ആ ചക്കയിന് പഴയ രീതിയിലാണ് വിൽക്കുന്നത്. അതായത് പല കൊല്ലങ്ങൾ മുൻപ് നടന്നതുപോലെ. ഈ കാലത്ത് പഴയ സാധനങ്ങൾക്ക് വളരെ കുറഞ്ഞ വിലയാണ് കിട്ടുന്നത്. അവർക്ക് ചൗമീൻ, മോമോസ്, ബർഗർ, പിസ്സ പോലുള്ള സാധനങ്ങളാണ് വേണം. കൈലാസ് കുറച്ചു സമയം നിർത്തി. ഒരു പക്ഷേ ആ ചക്കയിനെ നിങ്ങൾ പുതിയതായിട്ട് മാറ്റിയാൽ പിന്നെ നീ നിന്റെ കണ്ണുകൊണ്ട് തന്നെ നിന്റെ ഗ്രാമത്തിൽ നടക്കുന്ന അതിശയങ്ങൾ കാണാൻ പറ്റും. എന്താ പറയുന്നത്? ചക്ക ബിരിയാണി ചെയ്യാമല്ലേ? ചക്ക കൊണ്ടുള്ള ബിരിയാണിയോ? ചക്ക കൊണ്ട് ബിരിയാണിയോ? ഞാൻ ഇതിനെ ആദ്യമായിട്ട് കേൾക്കുന്നു. കൈലാഷ് ചിരിച്ചു. ഒരുപാട് വർഷങ്ങൾ മുൻപ് ഞാൻ ഇത് ചെയ്തു നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അത് അറിഞ്ഞില്ല. ശരി വാ, ഞാൻ നിനക്ക് ചക്ക ബിരിയാണി ചെയ്യുന്നത് പഠിപ്പിച്ചു തരാം. കൈലാഷ് അർജുനെ അടുക്കളയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അദ്ദേഹം ചക്കയുടെ ചൊളയെ വ്യത്യാസമായ രീതിയിൽ വേവിച്ചു. പിന്നെ മസാലയെ ചെറിയ തീയിൽ വഴറ്റി. ബ്രിഞ്ചിയില, ഏലക്ക, ലവംഗം, പട്ടയുടെ വാസന ആ മുഴുവൻ അറയിലും നിറഞ്ഞു. ചക്കച്ചൊളയെ മസാലയിലിട്ട് ദമ്മിട്ട് വേവിക്കുകയാണ്. മുകളിൽ കേസരി റൈസ്, പിന്നെ ശുദ്ധമായ നെയ്യ്. കുറച്ചു സമയത്തിനകം ആ അടുക്കള മുഴുവൻ വാസന കൊണ്ട് നിറഞ്ഞു. ഇപ്പോൾ ഇത് കളിച്ചു നോക്ക്. അർജുൻ ആ ചക്കപ്പഴം കൊണ്ടുള്ള ബിരിയാണി കഴിച്ചതും അദ്ദേഹത്തിന്റെ കണ്ണുകൾ പ്രകാശിക്കാൻ തുടങ്ങി. ഇതിന്റെ രുചി വളരെ അത്ഭുതമായിട്ടുണ്ട്. പിന്നെ അർജുൻ വീണ്ടും സങ്കടത്തിലായി. പക്ഷേ ഞങ്ങളുടെ ഗ്രാമത്തിന്റെ പ്രശ്നം വളരെ വലുതാണ്. അതിന്റെ തീർവ് ഈ ബിരിയാണി കൊണ്ട് കിട്ടില്ലല്ലേ? കൈലാഷ് ചിരിച്ചു. ഈ ബിരിയാണിയാണ് നിന്റെ പ്രശ്നങ്ങൾക്ക് തീർവാണ്. സുഖദേവും ആ ബിൽഡറും ഗ്രാമത്തിലെ മക്കളുടെ മനസ്സിൽ തെറ്റായ കാര്യങ്ങൾ വിചാരിച്ചു. ചക്ക കൊണ്ട് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന്. ഒരു പക്ഷേ ഈ ചക്ക ബിരിയാണി ചെയ്തിട്ട് ടൂറിസ്റ്റിനെ ഇവിടെ വർദ്ധിപ്പിച്ചാൽ എല്ലാവരും വന്ന് ഇതിനെ കഴിക്കും. അതുകൊണ്ട് ചക്ക ഗ്രാമത്തിന്റെ പേരും ഫേമസ് ആവും. ആ പേരിന്റെ അടുത്ത് ബിരിയാണിയും ചേർന്ന് പോവും. കൈലാഷ് വീണ്ടും എന്ന് പറഞ്ഞെന്നാൽ, ഇപ്പോൾ ഇരിക്കുന്നത് സോഷ്യൽ മീഡിയ ജീവിതമാണ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം. അതുകൊണ്ടാണ് ആൾക്കാർ ഫേമസ് ആവുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഞാനും നിന്നെ സഹായിക്കാം. അർജുനും കൈലാഷും ചേർന്ന് ചക്ക ബിരിയാണി ചെയ്യാൻ തുടങ്ങി. കൈലാഷ് തന്റെ പണത്തിൽ ടൂറിസ്റ്റ് റോട്ടിൽ ചെറുതായൊരു ഭംഗിയുള്ള ഒരു ചെറിയ ഹോട്ടൽ നിർമ്മിച്ചു. അത് കാണാൻ വൃത്തിയുള്ളതായും
ആകർഷിപ്പിക്കുന്ന രീതിയിലുമായിരുന്നു. ചില ടൂറിസ്റ്റുകാർ അവിടേക്ക് വന്നു. ചക്ക ബിരിയാണി എന്ന് കണ്ടതും അവർ ചിരിക്കാൻ തുടങ്ങി. ഒരിക്കൽ കഴിച്ചു നോക്കി, പിന്നെ അതിന്റെ രുചി ആസ്വദിക്കാൻ തുടങ്ങി. കൈലാസ് സോഷ്യൽ മീഡിയയിൽ ചക്ക ബിരിയാണി കഴിക്കുന്ന ടൂറിസ്റ്റുകളുടെ ഫോട്ടോസ്, വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. പതുക്കെ പതുക്കെ ചക്ക ബിരിയാണി വൈറലാകാൻ തുടങ്ങി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അർജുൻ തന്റെ ഭാര്യ ഗൗരിയെയും അവരുടെ ജോലിയിൽ ഒന്നിപ്പിച്ചു. 1 മാസത്തിന് ശേഷം അർജുൻ, കൈലാഷ് പിന്നെ ഗൗരി പണം എണ്ണുകയായിരുന്നു. എന്നെ കൊണ്ട് ഇത് വിശ്വസിക്കാൻ പറ്റില്ല. വെറും 1 മാസത്തിൽ ചക്ക ബിരിയാണി കൊണ്ട് ഇത്ര പൈസ ഉണ്ടാക്കിയോ? കൈലാഷ് ചിരിച്ചു. ബിൽഡർ നിനക്ക് 2 മാസങ്ങൾ ടൈം തന്നല്ലേ. എനിക്ക് എന്താ തോന്നുന്നു വെച്ചാൽ ഇനിയും 1 മാസം കഴിച്ച് നീ അവർക്ക് തരേണ്ടിയ മുഴുവൻ കാശും നിന്റെ അടുത്ത് വരും. അർജുന്റെ മുഖത്ത് വിശ്വാസത്തിന്റെ ചിരി വന്നു. 2 മാസങ്ങൾ കടന്നുപോയി. സുഖദേവ് പേടിയോടുകൂടി രാജേഷിനെ കാണാൻ വന്നു. നമ്മൾ വിചാരിച്ച കാര്യങ്ങളെല്ലാം തെറ്റായിപ്പോയി. അർജുന്റെ ചക്ക ബിരിയാണി എല്ലാ വശത്തും ഫേമസ് ആയിപ്പോയി. സോഷ്യൽ മീഡിയ മുഴുവതും അതുപറ്റിയാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ഗ്രാമത്തിലെ ജനങ്ങളും അവനെ സഹായിച്ചിട്ടുണ്ട്. രാജേഷ് ഒരുപാട് ദേഷ്യപ്പെട്ടു. നീ എന്തിനാ വിഷമിക്കുന്നത്? അവൻ സ്ഥലത്താണ് ബിരിയാണി വിൽക്കുന്നത്. അവിടെ ചെന്ന് തന്നെ അവന്റെ കഥയിനെ പൂർത്തിയാക്കാം. രാജേഷും സുഖദേവും ദേഷ്യത്തോടെ അർജുന്റെ ചക്ക ബിരിയാണി സ്പോട്ടിലേക്ക് വന്നെത്തി. അവർ കാറിൽ നിന്നും താഴേക്ക് ഇറങ്ങിയതും ഒരു പോലീസ് ജീപ്പ് അവിടെ വന്നു നിന്നു. ജീപ്പിൽ നിന്നും കൈലാഷ് ഇറങ്ങി. ഇവർ 2 പേരിനെയും അറസ്റ്റ് ചെയ്യൂ. ഞാൻ കംപ്ലൈന്റ് തന്നല്ലേ. ഇവർ കള്ളം പറഞ്ഞ് മോശം ചെയ്ത് ഗ്രാമത്തിലുള്ള ആൾക്കാരുടെ സ്ഥലങ്ങളെ വാങ്ങിച്ചിട്ടുണ്ട്. രാജേഷ് പേടിച്ചുപോയി. രാജേഷ് പണം നിറഞ്ഞ ബാഗ് പോലീസിന് മുൻപിൽ നീട്ടി. ഇതിൽ പൈസ എല്ലാം ഉണ്ട്. ഗ്രാമത്തെ ആൾക്കാരുടെ സ്ഥലങ്ങളെ അവർക്ക് തന്നെ തിരിച്ചു തന്നേക്ക്. പോലീസ് രാജേഷിനെയും സുഖദേവിനെയും അറസ്റ്റ് ചെയ്തു. കുറച്ചു സമയത്തിനകം ഗ്രാമത്തിലുള്ള എല്ലാവരുടെയും പത്രങ്ങൾ അവർക്ക് തിരികെ നൽകപ്പെട്ടു. അർജുൻ ഗ്രാമത്തിലെ ജനങ്ങളെ മനസ്സിലാക്കിപ്പിച്ചു. നമ്മൾ എല്ലാവരും ചേർന്ന് ചക്ക ബിരിയാണിയുടെ ഹോട്ടൽ തുറന്നാൽ എന്താ? കൈലാഷ് അത് ആരംഭിക്കാൻ തയ്യാറായി കഴിഞ്ഞു. ഗ്രാമം ഇപ്പോൾ ആരുടെയും അടിമയല്ല. അവരവരുടെ അടയാളത്തിന് മുതലാളിയായി. സ്ഥലത്തിനെ വിറ്റല്ല, മാറ്റി ചിന്തിച്ചാൽ മാറ്റങ്ങൾ തീർച്ചയായും സംഭവിക്കും. നിങ്ങളുടെ കഴിവിനെ മനസ്സിലാക്കൂ, അതാണ് ഭാവിയെ നിർണയിക്കുക.